മാനസിക സമ്മർദ്ദത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ദീപലേഖയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുദർശനത്തിനു ശേഷം ചൊവ്വാഴ്ച പകൽ 12ഓടെ മൃതദേഹം മേപ്പയിലെ ശ്രീസ്ത വീട്ടിലെത്തിച്ചു. തുടർന്ന് പകൽ 2ഓടെ മകൾ അമലു ലക്ഷ്മി ചിതയ്ക്ക് തീ പകർന്നു. ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ ചൊക്ലി പഞ്ചായത്തിലേക്ക് അന്യായമായ സ്ഥലം മാറ്റിയിൽ ദീപലേഖ കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി യോഗത്തിനെത്തിയപ്പോഴാണ് ഇവർ കുഴഞ്ഞു വീണത്. പ്രമുഖ നാടകരചയിതാവ് സുരേഷ് ബാബു ശ്രീസ്തയുടെ പ്രിയതമയുടെ വേർപാട് നാടക സാംസ്കാരിക രംഗത്തെയും തീര ദുഃഖത്തിലാഴ്ത്തി. സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സർവീസ് സംഘടനാ രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി KP മോഹനൻ, NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ശശിധരൻ, കരിവള്ളൂർ മുരളി, MK മനോഹരൻ, നഗരസഭാ ചെയർപേഴ്സൺ PK ശശി, CPIM ഏരിയ സെക്രട്ടറി TP ഗോപാലൻ, ജില്ലാ കമ്മിറ്റി അംഗം K പുഷ്പജ, നടൻ സന്തോഷ് കീഴാറ്റൂർ, ബാബു അന്നൂർ, മുഹമ്മദ് പേരാമ്പ്ര, പ്രഫുൽ കൃഷ്ണ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ PK ശശി അധ്യക്ഷനായി. MV ശശിധരൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KM ഷൈനി, സ്ഥിരം സമിതി അധ്യക്ഷൻ PK സതീശൻ, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് അനൂപ്, R ബാലറാം, ഡോക്ടർ നീതു, മിത്തു തിമോത്തി, കൗൺസിലർ VK മുഹമ്മദ് അലി, അനിൽ ആയഞ്ചേരി, ETK രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. തീർത്തും അപ്രതീക്ഷിതവും അവിചാരിതവുമാണ് ദീപലേഖയുടെ അന്ത്യം. വളരെ കാലമായിട്ട് സുരേഷ് ബാബു ശ്രീസ്ത എന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാടകകൃത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താങ്ങായി നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കാകെയും പ്രത്യേകിച്ച് സാംസ്കാരിക ലോകത്തിനാകെയും വലിയ നടുക്കവും നഷ്ടബോധവും ഉണ്ടാക്കുന്നുണ്ട്. ദീപയുമായിട്ട് കുടുംബപരമായി തന്നെ വളരെയധികം അടുപ്പമുണ്ട്. ഈ അടുത്ത നാളുകളിൽ പോലും തൃശ്ശൂരിൽ സംഗീത അക്കാദമിയുടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ദീപയും സുരേഷ് ബാബു ഒക്കെ കൂടെ വന്ന് ദീർഘനേരം ചെലവഴിച്ചിട്ടുണ്ട്. തീർച്ചയായും ജീവനക്കാരുടെ മനസ്സിനെയോ അവരുടെ ജീവിത സൗകര്യങ്ങളെയോ ഒരു പരിഗണനയും നൽകാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം മാറ്റങ്ങളുടെ കൂടി മാനസികാഘാതമാവണം അവരെ ദീർഘനാളത്തെ പരിക്കിൻ്റെയും വാഹനാപകടത്തെ തുടർന്നുള്ള പരിക്കിൻ്റെയും അതോടൊപ്പം ഉണ്ടായിട്ടുള്ള ആശുപത്രി ചികിത്സയുടെയും വീട്ടിലുള്ള കിടപ്പിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഇരട്ടി നടുക്കമുണ്ടാക്കുകയാണ് എല്ലാവരിലും. ദീപലേഖയുടെ മരണം ഏറെ വേദനാജനകവും പ്രതിഷേധാർഹവുമായ കാര്യമാണ്. വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരിയെ ഒരു കാരണവുമില്ലാതെ സ്ഥലം മാറ്റി അവരുടെ മരണത്തിൽ വരെ കലാശിക്കുന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. 5 മാസം മാത്രമായിട്ടാണ് ചൊക്ലി PHCയിൽ അവർ ജോലി ചെയ്തു വരുന്നത്. അതിനിടയിൽ അവർക്ക് ഒരു വാഹനാപകടം സംഭവിക്കുകയും കാലിൽ പരിക്ക് പറ്റി 3 മാസക്കാലത്തോളം വീട്ടിൽ ബാൻഡേജ് ഇട്ട് കിടക്കുകയുമായിരുന്നു. അതിനിടയിലാണ് യാതൊരു മാനദണ്ഡവുമില്ലാതെ ഭരണമാറ്റത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ജീവനക്കാരെ സ്ഥലം മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി അവരെ മട്ടന്നൂരിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത്. അതിനെതിരെ ഈ ബാൻഡേജ് ഇട്ട് കിടക്കുന്നതിനിടയിൽ തന്നെ ഭർത്താവിനെയും കൂട്ടി DMOയെ നേരിട്ട് കാണുകയും തൻ്റെ അവശത അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവശത അറിയിക്കുക പോലും ചെയ്തിട്ട് പോലും അവരുടെ അപേക്ഷ പരിഗണിക്കാതെ മനുഷ്യത്വരഹിതമായിട്ടാണ് അവരെ പിന്നീട് പിണറായിയിലേക്ക് സ്ഥലം മാറ്റിയത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു വിനോദമായിട്ട് സ്ഥലം മാറ്റത്തെ കാണുകയും ജീവനക്കാരുടെ ജീവൻ വെച്ച് പന്താടുകയും ചെയ്യുകയാണ്.